നേതൃത്വത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.പി. ദുൽകിഫിൽ. ലാത്തികൊണ്ട് തല്ലുവാങ്ങിയവർക്കും ജയിൽവാസം അനുഷ്ഠിച്ചവർക്കും സീറ്റിനു വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്നത് അപമാനകരമെന്ന് ദുൽകിഫിൽ പറഞ്ഞു. വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ശ്രമിക്കുന്നു. അച്ചടക്കത്തിന്റെ വാളുമായി വരേണ്ടതില്ല. ഇതിനെതിരെ പോരാടാൻ തന്നെയാണ് തീരുമാനമെന്നും ദുൽകിഫിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മുഹമ്മദ് അസ്ലം ചെയ്യുന്നുണ്ട്. അസ്ലം, ദുൽകിഫിലിന്റെ ഇപ്പോൾ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പല പ്രശ്നങ്ങളിലും ഇപ്പോൾ അവസാനമായിട്ട് പേരാമ്പ്ര പ്രശ്നം ഉൾപ്പെടെയുള്ളതിൽ മുന്നിട്ട് നിന്ന നേതാവാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഏതു തരത്തിൽ അവഗണിക്കപ്പെട്ടു എന്നാണ് ദുൽകിഫിൽ പറയുന്നത്. എന്താണ് ആ പ്രതിഷേധത്തിന്റെ കാരണം? ധന്യ, ദുൽകിഫിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തത് സംബന്ധിച്ചുള്ള വിമർശനമല്ല ഉന്നയിക്കുന്നത്. അതേസമയം പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അറിയാം, വയനാട് ജഷീർ പള്ളിവയൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരളത്തിലെ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ സമരമുഖത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന ജഷീർ പള്ളിവയലിനെ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വി.പി. ദുൽകിഫിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതേസമയം തന്നെ അത് വയനാട് വിഷയം മാത്രമല്ല, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സീറ്റ് നിർണയത്തിലെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുകയും തല്ലുവാങ്ങുകയും അങ്ങനെ ജയിലിൽ പോവുകയും ചെയ്തതെന്നും ഒരു ക്രെഡിറ്റായി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുമ്പോൾ പരിഗണിക്കുന്നില്ല. പകരം അത്തരം നടപടികളൊന്നുമില്ല, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനമൊന്നും ഇല്ലാതെ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരെ അവരുടെ നേതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളാക്കുന്നുള്ള വിമർശനമാണ് പ്രധാനമായി അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് ഈ അദ്ദേഹത്തിൻ്റെ വാക്കി പറഞ്ഞ ലാത്തി കൊണ്ടും തല്ലുവാങ്ങിയവർക്കും ജയിൽവാസം അനുഷ്ഠിച്ചവർക്കും വിജയസാധ്യത കുറവുള്ള സീറ്റിൽ പോലും അതിനേക്കാൾ വലിയ പോരാട്ടം നടത്തേണ്ടി വരുന്നത് അപമാനകരമാണ്. 20-30 വർഷം മത്സരിച്ചവർക്ക് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കാൻ നേതൃത്വത്തിന് ഒരു മടിയുമില്ല. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ എന്ത് തോന്നിവാസം ചെയ്താലും ഞങ്ങൾ സീറ്റ് കൊടുക്കും. മുഖത്തു നോക്കി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എന്ത് വില കൊടുത്തും അവനെ അവസാനിപ്പിക്കും. പ്രവർത്തകന്റെ വികാരത്തിനനുസരിച്ച് നിൽക്കുമ്പോൾ അത് പക്വതയില്ലാത്ത പെരുമാറ്റമാണെന്ന് വിമർശിക്കുന്ന നേതൃത്വം. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്ത ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കപ്പോൾ എന്ത് പക്വതയാണ് കാണിച്ചത്? സ്കൂൾ തെരഞ്ഞെടുപ്പിൽ KSU പ്രവർത്തകർ ഇതിനേക്കാൾ ജാഗ്രത കാണിക്കും എന്ന് പറഞ്ഞ് ഇന്ന് പല, അതായത് കേരളത്തിലെ കോഴിക്കോട് VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നേതൃത്വത്തിലുണ്ടായ ജാഗ്രത കുറവ് ഉൾപ്പെടെ പറയുമ്പോഴും പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് വെച്ചാൽ സമരരംഗത്തെല്ലാം ഉണ്ടായിരുന്ന യുവജന നേതാക്കൾക്ക് പല ജില്ലകൾക്കും മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല. മാത്രമല്ല, അവർക്ക് സീറ്റിന് വേണ്ടി പാർട്ടിക്കകത്ത് പോരടിക്കേണ്ടി വരുന്നു എന്നുള്ള വളരെ ഒരു പ്രശ്നം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. വയനാട്ടിൽ മാത്രമല്ല, കോഴിക്കോടാണെങ്കിൽ പോലും വിജയസാധ്യതയുള്ള സീറ്റുകൾ യുവജന നേതാക്കൾക്ക് നൽകിയിട്ടില്ല എന്നുള്ള വിമർശനം ശക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഷെഹിന് പുതുപ്പാടി സീറ്റായിരുന്നു കോഴിക്കോട് ആദ്യഘട്ടത്തിൽ ധാരണയായിരുന്നത്. വിജയസാധ്യതയുള്ള സീറ്റാണ്, എപ്പോഴും കോൺഗ്രസ് വിജയിക്കുന്ന സീറ്റാണ്. അതേസമയം അവിടെ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും പിന്നീട് ചോറോട് എന്ന് പറയുന്ന വിജയസാധ്യത കുറഞ്ഞ സീറ്റിലേക്ക് ഷെഹിനെ മാറ്റുകയും ചെയ്തു. അത്തരത്തിൽ നിരവധി പല ജില്ലകളിലും ഇത്തരത്തിൽ യുവ നേതാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. വയനാട് ജഷീറിന്റെ വിഷയം കൂടി വന്നപ്പോഴാണ് കുറെ കൂടി സജീവമായി ഇക്കാര്യത്തിൽ ചർച്ചയിലേക്ക് വന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ KP നൌഷാദ് KPCC ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ ജഷീറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ജഷീറിനെതിരായ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ അദ്ദേഹത്തെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമരരംഗത്തും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ നേതാക്കൾ, പ്രത്യേകിച്ച് KSUവിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ല. നേതാക്കൾക്ക് താല്പര്യമുള്ള, അതേസമയം സമരരംഗത്തൊന്നും അത്രത്തോളം സജീവമല്ലാത്ത പല ആൾക്കാർക്കും സീറ്റുകൾ ലഭിച്ചു എന്ന കാര്യം പറയുകയാണ്. ഇതിന്റെ പേരിൽ അച്ചടക്കത്തിന്റെ വാർഡെടുത്തുകൊണ്ട് വരേണ്ടതില്ല, ഈ പോരാട്ടം തുടരുമെന്ന് കൂടി ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ശരി, അസ്ലം.